വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസത്തിനായി ഒരു നാട് മുഴുവൻ കൈകോർക്കുമ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ കൊച്ചി കളമശ്ശേരി ഓഫീസിന് തൊട്ടടുത്തു പ്രവർത്തിക്കുന്ന കമാലിക്കയുടെ ചായക്കടയും ഒരു പങ്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് കമാലിക്കയുടെ ചായക്കട. റിപ്പോർട്ടർ ടിവിയുടെ കൊച്ചി കളമശ്ശേരി ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഈ കമാലിക്കയുടെ ചായക്കടയുള്ളത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കടയാണ്. ഇന്ന് ഈ ചായക്കടയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, വയനാട് ദുരന്തം നമുക്കൊന്നും മറക്കാൻ കഴിയാത്തതാണ്. ആ ദുരന്തത്തിൽപ്പെട്ട ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ കടയിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ തുക ഇന്ന് കമാലിക്ക ആ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട്, ആ ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്. കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ഈ കടയിലെ കമാലിക്കയുടെ ഈ ചായക്കടയിലെ കച്ചവടത്തിലെ കിട്ടുന്ന എല്ലാ തുകയും വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരം ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ അത് വളരെ ഒരു മാതൃകയാണ്. എന്താണ് ഇതിൽ പറയാൻ? ഇത് എനിക്കിപ്പോൾ ഇത് കൊടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പ് എൻ്റെ വൈഫ് ഒന്ന് കാല് തെറ്റി വീണു. അപ്പോൾ കാലിൻ്റെ ചെറിയ സ്ക്രാച്ച് സംഭവിക്കുകയും വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ 2 ദിവസം എനിക്ക് കുഴപ്പമില്ല, ഞാൻ കട അടിച്ച് വീട്ടിൽ പോയി കുളിച്ച് കിടന്ന് പറയാൻ എനിക്ക് വിഷയമില്ല. 3-ാമത്തെ ദിവസം എനിക്കൊരു ഏകാന്തത അനുഭവപ്പെട്ട്. എൻ്റെ വീട്ടിൽ ഭാര്യയില്ല, മക്കളില്ല, 4 കിലോമീറ്റർ അപ്പുറത്തുണ്ട് അവർ. പക്ഷേ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പോഴാണ് ഞാൻ വയനാടിനെ കുറിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും. ദൈവം സഹായിച്ച 4 ദിവസത്തിന് ശേഷം എൻ്റെ മക്കളും ഭാര്യ വീട്ടിലേക്ക് വരുമായിരിക്കും. പക്ഷെ അവരുടെ വേദന അത് വളരെ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും. എൻ്റെ ചെറിയൊരു കച്ചവടമാണ്. ഇത് വെച്ചിട്ട് ഇതിൽ നിന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാന്നുള്ളൊരു തീരുമാനമാണ് ഞാനിവിടെ എത്തി. ഒരുപാട് ഇവിടെ വരുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. വളരെയധികം നല്ലൊരു പ്രവൃത്തിയാണത്. സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. കമാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു വലിയ മനസ്സ് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. ഞങ്ങൾക്ക് ഇക്കാനെ ഒരു വർഷമായിട്ട് അറിയാവുന്നതാണ്. ഇക്കാനെ ഒരു ദിവസത്തെ കച്ചവടമുണ്ട്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് എന്താണ് ചെയ്യാൻ പറ്റണത് അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പുള്ളി ഇന്നത്തെ ഒരു വരുമാനം തന്നെ ഇതിനു വേണ്ടി കൊടുക്കുകയാണ്. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പുള്ളി ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽപ്പായിരിക്കും. ഇവിടെ കമാലിക്കാൻ എനിക്കറിയാം. ഞാനിതിൽ വരാറും ഇവിടെ ടിക്കറ്റ് വിൽപ്പന ചെയ്യാറും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ദുരന്തം തീരാവേദനയാണ്. അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നമ്മളാൽ കഴിയുന്നത് ചെയ്യാം. വയനാടിനായി കൈകോർക്കാം. ടീം റിപ്പോർട്ടർ.